ബാറക്കമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കുക. ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനുള്ള ഒരു ചാനലാണ്, ഒരു വഴിയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായിട്ട്, അവകാശമാക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ളൊരു വഴിയാണൊരു ചാനലാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്? നമ്മൾ കണ്ടു, പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവൻ്റെ അപ്പനാണെന്നുള്ള വലിയ ബോധ്യത്തോടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നു. വീണ്ടും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നു. എന്നാൽ നമ്മളിന്ന് ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ആ വ്യക്തിക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണമാണ് അനുതാപം. അനുതപിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. 2 വ്യക്തികൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവാലയത്തിൽ വരുന്ന ഒരു ഉപമയാണ് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ അല്ല, ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ അവൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മുടെ എല്ലാം പ്രാർത്ഥന, നമ്മുടെ എല്ലാം നന്മ പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥനയായിരിക്കും പലപ്പോഴും. ഇവിടെ ഈ മനുഷ്യൻ, ഈ പരീശൻ ഒരു യഹൂദനാണ്. ഒരു യഹൂദൻ്റെ പ്രത്യേകതയാണ് അവരെല്ലാറ്റിനും ദശാംശം നൽകുന്നവരാണ്. 7 നേരം കൃത്യമായി പ്രാർത്ഥിക്കുന്നവരാണ്. എപ്പോഴും നന്മ മാത്രം ചെയ്യുന്നവരാണ്. അപ്പോൾ പുറമെ നോക്കിയാൽ ഏറ്റവും നല്ല രീതിയിൽ ആത്മീയ ജീവിതം നയിക്കുന്നൊരു മനുഷ്യൻ. ഇന്ന് പലപ്പോഴും ഇതേ മനോഭാവത്തിൽ ആയിരിക്കുന്നവരാണ് പലപ്പോഴും നമ്മളെല്ലാവരും. നമ്മൾ എല്ലാ നേരവും കൃത്യമായി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു, ദശാംശം കൊടുക്കുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു കുറ്റവും നമ്മിൽ കാണാൻ കഴിയാത്തവണ്ണം ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുറങ്കുപ്പായ നമ്മൾ ധരിച്ചിരിക്കുക. എന്നാൽ പലപ്പോഴും നമ്മൾ ഇത് ദൈവഹിതമാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ യഹൂദൻ, ഈ പരീശൻ, അവൻ്റെ നന്മകൾ ഏറ്റുപറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുക. വീണ്ടും അടുത്ത ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതായിട്ട് കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. 13-ാം വാക്യത്തിൽ പറയുന്നു: ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്നവൻ പറഞ്ഞു. ഈ ചുങ്കക്കാരൻ, അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയാതെ വണ്ണം അവൻ അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ അവൻ മാറത്തടിച്ചുകൊണ്ട്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വേദന, അവൻ ചെയ്തു പോയ പാപത്തെ പ്രതിയുള്ള വേദന, അവൻ ചെയ്തു പോയ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞവൻ ദൈവത്തെ വിളിക്കുക: ദൈവമേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്നവൻ നിലവിളിച്ചു. മാറത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ചു. ഇവിടെ
അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഈ ചുങ്കക്കാരൻ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. രണ്ട് വ്യക്തിയുടെ പ്രാർത്ഥന ഒരു ഉപമയായിട്ട് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുക. ഒരു വ്യക്തി തൻ്റെ നന്മകൾ പ്രകീർത്തിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഈ പാപിയെ പോലെയല്ല, ഞാൻ എല്ലാറ്റിനും ദശാംശം നൽകുന്നുണ്ട്, ഞാൻ എല്ലാ നേരവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നന്മ മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. അവൻ്റെ നന്മകളെല്ലാം ഏറ്റുപറഞ്ഞവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ചുങ്കക്കാരൻ അവൻ്റെ ഹൃദയത്തിലെ അനുതാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. പാപബോധം, പശ്ചാത്താപം അവൻ കണ്ണുനീരായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം ലഭിക്കാൻ, ദൈവസന്നിധിയിൽ നാം നമ്മുടെ പ്രാർത്ഥന നീതീകരിക്കപ്പെടുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് പലപ്പോഴും പാപിയാണെന്ന് സമ്മതിക്കാൻ നമുക്ക് മനസ്സില്ല, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. എന്നാൽ സ്വർഗം തുളച്ചു കയറുന്ന ഒരു പ്രാർത്ഥനയാണ് അനുതപിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥന. കർത്താവിൻ്റെ വചനം പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1-2 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കാത് അടഞ്ഞു പോയിട്ടില്ല, മന്ദമായിട്ടില്ല. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തിന് തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും ഇടയിൽ മറവായിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യമാണ്, നിങ്ങളുടെ പാപമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ തലയ്ക്ക് മുകളിൽ മറഞ്ഞിരിക്കുന്ന ഈ പാപത്തിൽ തട്ടി താഴേക്ക് പോരും. നമുക്കും നമ്മുടെ ദൈവത്തിനും ഇടയിൽ ഒരു മറയുണ്ട്, നമ്മുടെ പാപം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 15 വാക്യം പരിശോധിക്കുമ്പോൾ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തിയുടെ ദോഷത്തെ എൻ്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കളയുവിൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ കൈമലർത്തുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കാനായി കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. പലരും ദൈവസന്നിധിയിൽ ചോദിക്കാറുണ്ട്, ദൈവമേ നിനക്ക് കണ്ണില്ലേ, നിനക്ക് കാതില്ലേ? ദൈവത്തിന് കണ്ണും കാതുമില്ലാത്തത് കൊണ്ടല്ല, നാം പാപത്തിൻ്റെ അവസ്ഥയിൽ എത്ര നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന മുന്നിൽ ദൈവം കണ്ണ് മറച്ചു കളയും, ദൈവത്തിൻ്റെ കാത് മറച്ചു കളയും. ദൈവത്തിന് കണ്ണില്ലാത്തതുകൊണ്ടോ കാതില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന് കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള പാപമാണ്, അകൃത്യമാണ്. അതുകൊണ്ട് ദൈവം പറയാം, നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുവിൻ. നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് നാം പ്രാർത്ഥിക്കുമ്പോഴാണ്, ആ പ്രാർത്ഥനയ്ക്കാണ് വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പാപങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്, നാം പാപത്തെ സ്വയം നീതീകരിക്കുന്നുണ്ട്, നാം പാപത്തിൻ്റെ അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഈ പരീക്ഷനെ പോലെ നമ്മൾ സ്വയം നീതീകരിക്കുക. പലപ്പോഴും നമ്മുടെ പാപം എന്താണെന്ന് അറിയാനോ, പാപം എന്തെന്ന് അറിഞ്ഞിട്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനോ മനസ്സില്ലാത്തത് കൊണ്ട് ഇന്ന് അനേകം വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നില്ല. അതുകൊണ്ട് നാം നമ്മളെ തന്നെ കഴുകി വെടിപ്പാക്കുമെന്ന് സ്വർഗത്തിൽ ദൈവം പറയും. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ പാപം എന്താണെന്ന് അറിയണം. പാപം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം വായിച്ച് അത് കേട്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോഴാണ് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നത്. എൻ്റെ മുഖത്ത് എന്തെങ്കിലും ചെളി പറ്റിയിട്ടുണ്ടോ, അഴുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാനൊരു കണ്ണാടിയിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ എന്താ അവസ്ഥയിലായിരിക്കുന്നു അത് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ദൈവവചനം.
ദൈവവചനത്തിലൂടെ നമ്മളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ പാപം എത്ര വലുതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. പലപ്പോഴും ധ്യാനം കൂടാനായിട്ട് കിടന്ന അനേകം വ്യക്തികൾ പാപത്തിൻ്റെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കും, നിങ്ങളിൽ കുമ്പസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്താൻ പറയും. അപ്പോൾ ഒരു 3-4 പേര് കൈ ഉയർത്തും. 100-200 പേര് ധ്യാനം കൂടുന്നതിൽ ഒരു 2-3 ആളുകൾ കൈ ഉയർത്തും. കാരണം അവർക്ക് മാത്രമേ കുമ്പസാരിക്കേണ്ട ആവശ്യമുള്ളൂ, അവർക്ക് മാത്രമേ പാപബോധമുള്ളൂ. പാപം ചെയ്തിട്ടുണ്ട് എന്നൊരു ബോധ്യമുള്ളവർക്കല്ലേ കുമ്പസാരത്തിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും കുമ്പസാരിക്കണം എന്നുള്ള ആഗ്രഹമില്ല. കാരണം പാപം ചെയ്തിട്ടില്ല. പാപമുണ്ടെങ്കിലല്ലേ, പാപബോധമുണ്ടെങ്കിലല്ലേ കുമ്പസാരിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ ദൈവവചനത്തിലൂടെ പാപം എന്താണ്, നന്മയും തിന്മയും എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ വന്നുപോയ സകല പാപങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അവർ കണ്ണുനീരോടെ മണിക്കൂറുകൾ സമയമെടുത്ത് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ നടന്നു കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പാപവും ഇല്ല എന്ന് പറഞ്ഞ വ്യക്തികൾ ഒരു ദിവസം മുഴുവൻ കേൾക്കുന്ന പാപത്തിൻ്റെ ക്ലാസ്സിലൂടെ ഓർമ്മ വെച്ച നാൾ മുതൽ അന്ന് വരെ ചെയ്തു പോയ പാപങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കർത്താവെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് സമ്മതിച്ചുകൊണ്ട് കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറയുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്, ദൈവത്തിൻ്റെ വചനമെന്ന കണ്ണാടിയിലൂടെയാണ് നാം ആരാണ്, കഴിഞ്ഞ നാളിൽ നാം ചെയ്തു പോയ പാപങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ കണ്ണിലൂടെ, ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണിലൂടെ നമുക്ക് നമ്മളെ തന്നെ നോക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പാപം എന്തെന്നറിയുന്നില്ല. നാം ഇന്ന് ചെയ്യുന്ന സകല പ്രവൃത്തികളും നാം സ്വയം നീതീകരിക്കുകയാണ്. നാം പാപത്തെ നീതീകരിക്കുന്നവരാണെങ്കിൽ, പാപത്തെ ന്യായീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പാപമോചനം ലഭിക്കുകയില്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നവൻ നമ്മെ തന്നെ വഞ്ചിക്കുക ചെയ്യുന്നു. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കാൻ മനസ്സില്ലാത്ത, പാപബോധമില്ലാത്ത ഒരു തലമുറയായി ഇന്ന് ഈ സമൂഹം വളർന്നുകൊണ്ടിരിക്കുക. പരിശോധിക്കണം, ആരുടെ ജീവിതത്തിലാണ്, ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം വേഗത്തിൽ ഉത്തരം നൽകുന്നത്? അനുതപിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിലെ, സുറിയാനി സഭയിലെ എല്ലാ കൂദാശകളും ആരംഭിക്കുന്നത് അനുതാപത്തിൻ്റെ മസ്മൂറ, അനുതാപത്തിൻ്റെ സങ്കീർത്തനം ചൊല്ലിയിട്ടാണ്. 51-ാം സങ്കീർത്തനം, അനുതാപത്തിൻ്റെ സങ്കീർത്തനം. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, ഞാൻ പാപിയാണെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്, അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. എന്തുകൊണ്ടാണ് പിതാക്കന്മാർ ഇങ്ങനെ ക്രമീകരിച്ചെന്ന് ചോദിച്ചാൽ, അനുതപിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. അനുതപിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തണമെങ്കിൽ പാപിയാണെന്ന് സമ്മതിക്കണം. സുറിയാനി സഭയിൽ പിതാക്കന്മാർ ക്രമീകരിച്ച മറ്റൊരു മുഖാന്തരമാണ് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ കറുത്ത വസ്ത്രം ധരിക്കുന്നു. എന്തിനാണ് കറുത്ത വസ്ത്രം ധരിക്കുന്നത്? കറുപ്പ് വസ്ത്രം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ ചിഹ്നമാണ്. പരിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും ഇടിവ് നിൽക്കുന്ന ഒരു പുരോഹിതൻ സ്വയം സമ്മതിക്കുക, ദൈവമേ, ഞാനൊരു പാപിയാണ്, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോ അപേക്ഷിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ തോന്നണമേ, ഞാനൊരു പാപിയാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ടാണ് ഒരു പുരോഹിതൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പരിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യൻ ഇടി നിൽക്കുന്ന ഒരു പുരോഹിതൻ സ്വയം സമ്മതിക്കുക, ദൈവമേ, ഞാനൊരു പാപിയാണ്. അനുതാപത്തിൻ്റെ ചിഹ്നമാണ് ഈ കറുത്ത വസ്ത്രം. ശ്രദ്ധിക്കുക, നാം എത്രമാത്രം അനുതപിക്കുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് പെയ്തിറങ്ങുക. കൃപ വർദ്ധിക്കുന്നിടത്ത്, പാപം പെരുകുന്നിടത്ത് കൃപ വർദ്ധിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് അനുതപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോഴാണ് പാപ ക്ഷമ ലഭിക്കുന്നത്.
അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്കാണ് സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ ഉത്തരം നൽകുന്നത്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അനുതാപമില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് അനേകം പേര് ദൈവസന്നിധിയിൽ ദൈവം നൽകുന്ന സൗജന്യമായ കൃപകൾ, അനുഗ്രഹങ്ങൾ, സൗഖ്യവും സന്തോഷവും സമാധാനവും പ്രാപിക്കാൻ കഴിയാതെ വേദനയും ദുഃഖവും ദാരിദ്ര്യവും കണ്ണുനീരും അനുഭവിക്കുക. പലപ്പോഴും പല വ്യക്തികൾ ധ്യാനം കൂടാനായിട്ട് കടന്നു വരുമ്പോൾ അവർ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ആദ്യം അവർ പറയുന്നത് അവരുടെ നന്മ പ്രവൃത്തികൾ. ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങളെല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്, ഞങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളാണ്, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്ത്, എന്നിട്ടും എന്നോട് എന്തിനാ എൻ്റെ ദൈവം എങ്ങനെ ചെയ്യുന്നത്? പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തികൾ പോലും അവരുടെ ജീവിതത്തിലെ നന്മ പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട്, ഇത്രമാത്രം ഞാൻ ഭക്തിയിൽ ജീവിച്ചിട്ട്, ഇത്രമാത്രം ഞാൻ ദൈവത്തോട് അടുത്ത് ജീവിച്ചിട്ട് ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഈ രോഗം, ഈ കഷ്ടത, ഈ ദാരിദ്ര്യം ദൈവം തന്നത്? ഇങ്ങനെ ചോദിക്കുന്ന വ്യക്തികൾ ദൈവവചനം കേട്ട് കഴിയുമ്പോൾ, ദൈവവചനത്തിലൂടെ പാപം എന്താണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ കണ്ണുനീരോടെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ അത്ഭുത സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മെ തന്നെ നീതീകരിക്കുമ്പോൾ, ന്യായീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണ തോന്നണം. പരിശുദ്ധനായ പൗലോസ്ലീഹ, മൂന്നാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹയ്ക്ക് പറയാമായിരുന്നു, ഞാൻ വിശുദ്ധന്മാരിൽ ഒന്നാമനാണ്, കാരണം ഞാൻ മൂന്നാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധി തിരിച്ചറിഞ്ഞ പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞു, ഞാനാണ് പാപികളിൽ ഒന്നാമൻ. പാപബോധം വർദ്ധിക്കുമ്പോൾ, അനുതാപം വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് പെയ്തിറങ്ങും എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും ഈ സത്യം തിരിച്ചറിയാതെ, പാപിയാണെന്ന് സമ്മതിക്കാൻ മനസ്സില്ലാതെ, ഞാനൊരു നീതിമാനാണ് എന്ന് സ്വയം നീതീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവ സ്വർഗത്തിലെത്തുകയില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, 99 നീതിമാന്മാരെക്കാൾ ഉപരിയായി അനുദപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുമ്പോൾ, ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുക, ദൈവം സന്തോഷിക്കുക. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അനുതാപത്തിൻ്റെ പ്രാർത്ഥന. പലപ്പോഴും നാം സ്വയം നീതീകരിച്ച്, മറ്റുള്ള മേൽ കുറ്റം ആരോപിച്ച്, നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ വിശുദ്ധന്മാരായി, വിശുദ്ധകളായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ദൈവം വേദനിക്കുക. ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്, കരയുന്നത് ഒരു മനുഷ്യൻ സ്വയം നീതീകരിക്കുമ്പോഴാണ്. യശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അയ്യോ പാപമുള്ളൊരു ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ഇവർ ഇസ്രായേലിൻ്റെ സത്യദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ മറന്ന് പിന്നിലേക്ക് മാറിക്കളഞ്ഞിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ദൈവം കരയുകയാണ്, നിലവിളിക്കുക, അയ്യം വിളിച്ച് കരയുക. ഒരു പാപിയെ കണ്ടുകൊണ്ട് സ്വയം നീതീകരിക്കുന്ന, ന്യായീകരിക്കുന്ന, അനുദപിക്കാത്തൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് ദൈവം കരയുക, വേദനിക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നുവരെയും നമുക്കൊരു അനുതാപമില്ല എങ്കിൽ, പാപിയാണെന്നൊരു ബോധമില്ലെങ്കിൽ, നമ്മെ കണ്ടുകൊണ്ട് കരയുന്ന ഒരു ദൈവത്തെയാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ദൈവസന്നിധിയിൽ നാം ചെയ്തു പോയ പാപങ്ങൾ ഓർക്കുക, പാപിയാണെന്ന് സമ്മതിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക. എന്നിട്ട് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ സ്വർഗത്തിൽ ദൈവം ഉത്തരം നൽകും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഇനി ആർക്കും
രക്ഷിക്കാൻ കഴിയില്ല, ഡോക്ടർമാർ ഉപേക്ഷിച്ചു, വൈദ്യശാസ്ത്രം കൈവിട്ടു, ഒരു ആശ്വാസ മരണം പ്രാപിക്കാൻ വേണ്ടി കടന്നു വരുന്ന അനേകം വ്യക്തികൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പാപിയാണെന്ന് സ്വയം സമ്മതിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ വന്നുപോയ സകല പാപങ്ങളും ദൈവസന്നിധിയിൽ ഓരോന്നോരോന്നായി മണിക്കൂറുകൾ സമയമെടുത്ത് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾ, ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുന്നു. ഡോക്ടർമാർ വൈദ്യശാസ്ത്ര വിധി എഴുതിയ അങ്ങനെയുള്ള വ്യക്തികൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്നതായി കാണുവാനും തിരിച്ചറിയുവാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തകർക്കുന്ന ഒന്നാണ് പാപമെങ്കിൽ, പാപത്തെ ഓർത്ത് അനുദപിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നല്ല കാലങ്ങൾ ദൈവം തിരികെ നൽകുകയാണ്. നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ ദൈവം മടക്കി കൊടുക്കുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്രയും നാൾ നമുക്ക് അനുദപിക്കാൻ മനസ്സില്ല എങ്കിൽ, പാപിയാണെന്ന് സമ്മതിക്കാൻ മനസ്സില്ല എങ്കിൽ, ഇനിയെങ്കിലും കർത്താവേ ഞാനൊരു പാപിയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധി എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പാപം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട പരിശുദ്ധനായ പൗലോസ്ലീഹ ഞാൻ പാപികൾ ഒന്നാമനാണെന്ന് സ്വയം സമ്മതിച്ചുവെങ്കിൽ, ദൈവം എത്രമാത്രം പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധി എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഞാൻ എത്ര വലിയ പാപിയാണെന്ന് തിരിച്ചറിയുവാൻ സമ്മതിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പാപങ്ങൾ ദൈവസന്നിധിയിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് നാം പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ കഴുകി, നിങ്ങളുടെ പാപക്കറകളെ കഴുകിക്കളയുവിൻ, നിങ്ങൾ മടങ്ങി വരുവിൻ, എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വ്യക്തിപരമായി അനുഗ്രഹിക്കും. നമുക്കൊരു തീരുമാനമെടുക്കാം. കഴിഞ്ഞ നാളുകളിൽ സ്വയം നീതീകരിച്ചുകൊണ്ട്, ന്യായീകരിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ട് നാം പലപ്പോഴും പാപം സമ്മതിക്കാതെ, പാപക്ഷമ സ്വീകരിക്കാതെ, പാപമോചനം പ്രാപിക്കാതെ ഇത്രയും നാളും പ്രാർത്ഥിച്ചുവെങ്കിൽ, ഇനി പ്രാർത്ഥിക്കാനായി നിൽക്കുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവേ ഞാനാണ് ഏറ്റവും വലിയ പാപി, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും ഞാനിതാ വെറുത്തുപേക്ഷിക്കുക, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. യേശുവേ, അങ്ങേ കർത്താവും ദൈവമായ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുക. ഇനി ഒരിക്കലും പാപം ചെയ്യാതെ ഞാനൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ തീരുമാനമെടുക്കുക. ഒരു നിമിഷം തീരുമാനമെടുത്താൽ, പാപത്തെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ചാൽ, പാപമോചനം പ്രാപിച്ചാൽ, അനുതാപത്തോടെ കണ്ണുനീരോടെ നാം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. രോഗത്താലും ഭാരത്താലും വേദനയാലും ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, അനേക നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ല, എൻ്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവത്തിന് കണ്ണില്ലേ കാതില്ലേ എന്ന് ഹൃദയത്തിൽ വേദനയോടെ ആരെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിനോട് ഏറ്റുപറയും, കർത്താവേ ഞാനൊരു പാപിയാണ്. അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായ രൂപം കൊണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയും പല സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എൻ്റെ ജീവിതത്തിലെ പാപം കടന്നു വന്നിട്ടുണ്ട്. കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ, പാപബോധവും പശ്ചാത്താപവും നൽകണമേ എന്ന് അനുതാപത്തോടെ കണ്ണുനീരോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, അനുദപിക്കുന്ന ഒരു പാപിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറുമെന്നുള്ള ഈ വലിയ ബോധ്യം ഞങ്ങളിലേക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ ചെയ്തു പോയ ഓരോ പാപങ്ങളും പാപമാണെന്ന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, അത് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് അനുതാപമുള്ളൊരു ഹൃദയം നൽകണം കർത്താവേ. പാപത്തെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുവാനും അനുതാപത്തോടെ അനുഗ്രഹം പ്രാപിക്കുവാനും പാപബോധവും പശ്ചാത്താപവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. കഴിഞ്ഞ നാൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ, ഞങ്ങൾ മറഞ്ഞു കിടക്കുന്ന എല്ലാ പാപവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി അതെല്ലാം ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ.
പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അനുതാപ ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികൾ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.